മനുഷ്യത്വത്തിന്റെ ഒരു ചെറിയ കണിക പോലുമില്ലാത്ത പ്രവർത്തനങ്ങളാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണം അവസാനിപ്പിക്കുമെന്ന് പല തവണ പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ തന്റെ പ്രവൃത്തികൾ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിന്ന പലസ്തീൻകാർക്കെതിരെ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 85 പേർ കൊല്ലപ്പെടുകയും 150-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വടക്കൻ ഗാസയിൽ UN ഏജൻസികളുടെ ഭക്ഷണ വണ്ടികൾ കാത്തുനിന്ന ജനക്കൂട്ടത്തിന് നേർക്കാണ് വെടിവെപ്പുണ്ടായത്. ഭക്ഷണവുമായി 25 ട്രക്കുകൾ എത്തിയതിന് പിന്നാലെയായിരുന്നു വെടിവെപ്പ് തുടങ്ങിയത്. 21 മാസമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. പരിക്കേറ്റവരെ കൂടാതെ കൊടും വെയിലിൽ കുഴഞ്ഞു വീണ 100 കണക്കിന് ആളുകളെയും അൽ ഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗാസയിൽ 35 ദിവസം പ്രായമുള്ള കുഞ്ഞടക്കം 3 പേർ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിർജ്ജലീകരണം മൂലം കൂടുതൽ പേർ മരിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം മാത്രം ഇസ്രയേൽ നടത്തിയ വെടിവെപ്പുകളിൽ ഇതുവരെ 900 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതേസമയം മധ്യ ഗാസയിലെ ദേർ അൽ ബലാഹിൽ നിന്നും ജനങ്ങളോട് ഒഴിയാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനാണ് പദ്ധതി. ദേർ അൽ ബലാഹിലെ വിവിധ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നോട്ടീസ് സൈനിക വിമാനങ്ങൾ വിതറിയിട്ടുള്ളത്. ഇവിടെയാണ് ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് നിഗമനം. സൈന്യം ഈ മേഖലയിൽ പ്രവേശിക്കുന്നത് ഇവരുടെ ജീവനും അപകടത്തിലാക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഗാസയിൽ ശേഷിക്കുന്ന 50 ബന്ദികളിൽ 20 പേർ ജീവനോടെ ഉണ്ടെന്നാണ് കരുതുന്നത്. അതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അകലുന്നു എന്ന സൂചനകളും ശക്തമാണ്. ഒരു ഭ്രാന്തനെ പോലെയാണ് നെതന്യാഹു പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണെന്നും ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ തുറന്നടിച്ചതോടുകൂടിയാണ് ട്രംപ് നെതന്യാഹു ബന്ധത്തിൽ വിള്ളൽ വീഴുകയാണെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. സിറിയൻ പ്രസിഡൻഷ്യൽ പാലസിന് നേർക്ക് അടുത്തിടെ നടന്ന ഇസ്രയേൽ ആക്രമണമാണ് ട്രംപിനെ പ്രകോപിച്ചിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. ഡമാസ്കസിലെ ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾക്കും തെക്കൻ സിറിയയിലെ സർക്കാർ സേനകളെ ലക്ഷ്യമിട്ടതിനും പിന്നാലെയാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥന്റെ ഈ പരാമർശം എന്നുള്ളതാണ് ശ്രദ്ധേയം. ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ നെതന്യാഹുവിനോടുള്ള സംശയം വർദ്ധിച്ചു വരികയാണെന്ന് മറ്റൊരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥനും പറയുകയുണ്ടായി. ഇസ്രയേൽ പ്രധാനമന്ത്രി വളരെ അക്ഷമനും പ്രശ്നക്കാരനുമാണെന്നും ചിലപ്പോൾ അനുസരണയില്ലാത്ത ഒരു കുട്ടിയെ പോലെയാണെന്നും US ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനിടെയും ട്രംപിന്റെ പരാമർശങ്ങളെക്കുറിച്ച് ഇസ്രയേൽ വക്താവ് സിൻ അഗ്നോമന്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. സിറിയയിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം അവസാനിപ്പിക്കാൻ US ഇടപെട്ടിരുന്നു. പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി തുർക്കിയിലെ അമേരിക്കൻ അംബാസിഡർ അറിയിക്കുകയും ഉണ്ടായി. ഇസ്രയേൽ ആക്രമണം തടഞ്ഞ ഒരു വെടിനിർത്തൽ US ഉണ്ടാക്കിയെടുത്തെങ്കിലും നെതന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും കുറിച്ച് ട്രംപ് ഭരണകൂടം കൂടുതൽ ആശങ്കാകുലരാണെന്നാണ് പൊതുവെയുള്ള സംസാരം.